കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കഥാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസിൽ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണിയാണ്. കഥാസാഗരത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുകയാണ്. കഥ കേൾക്കാൻ എല്ലാവരും തയ്യാറാണെന്ന് വിശ്വസിക്കുന്നു. കഥ പറയാൻ ഞാൻ തയ്യാറാണ്. അപ്പോൾ കഥ ആരംഭിക്കാം. ആരംഭിക്കുന്നതിന് മുമ്പ് അതുപോലെ പറയുന്ന ചില കാര്യങ്ങളൊന്ന് പറഞ്ഞോട്ടെ. കഥാസാഗരം കഥകളുടെ പരിപാടിയാണ്. ഓരോ എപ്പിസോഡിലും ഓരോ കഥ ശ്രവിക്കാം. നാടോടിക്കഥകളും മുത്തശ്ശിക്കഥകളും ഇതിഹാസങ്ങളും പുരാണങ്ങളും ഐതിഹ്യങ്ങളും അങ്ങനെ വിവിധ തരത്തിലുള്ള കഥകൾ ശ്രോതാക്കൾ ഇതിലൂടെ കേട്ടുകഴിഞ്ഞു. ഇനിയും കേൾക്കാൻ പോകുന്നതും ഇത്തരത്തിലുള്ള കഥകളാണ്. കഥ മാത്രമല്ല, അവസാനം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുമായിട്ട് ഉപമിച്ച് സംസാരിക്കാറൊക്കെ ഉണ്ട്. അതുമൊക്കെ കേൾക്കാം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പഴഞ്ചൊല്ലിലെ മധുരക്കഥകൾ എന്ന് പറഞ്ഞൊരു പുസ്തകത്തിൽ നിന്നെടുത്ത ഒരു ചെറിയൊരു കഥയാണ്. പഴഞ്ചൊല്ലുമായിട്ട് ബന്ധപ്പെട്ട കഥകളുണ്ടല്ലോ, അതിൽ ഒരു ചെറിയൊരു കഥയാണ്. അതിനടുത്ത് ചെറിയൊരു കഥയാണ് ഞാനിന്ന് ഇവിടെ പറയാൻ പോകുന്നത്. ശ്രോതാക്കൾ അപ്പോൾ കഥ കേട്ടോളൂ. പിശുക്കനായ ഒരു പട്ടരുടെ കഥയാണിത്. പിശുക്കര് നമ്മുടെ ഇടയിലെല്ലാം ധാരാളമുണ്ട്. ഇന്നുമുണ്ട്, അന്നും ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ പിശുക്കനായ ഒരു പട്ടരുടെ കഥ. എവിടെ സദ്യ കിട്ടുമെന്ന് വെച്ചാലും അയാൾ പോകും. നന്നായി ശാപ്പാടടിക്കാമല്ലോ, പ്രതിഫലമൊന്നും വേണ്ടതാനും. യാത്രയൊക്കെ കാൽനടയായതിനാൽ വേറെ ചെലവുമില്ല. പണി ചെയ്യാൻ മനസ്സില്ല. വീട്ടിലിരുന്നാൽ പട്ടിണി ഇരിക്കേണ്ടി വരും. കാരണം വീട്ടു ചെലവിനുള്ള വകയൊന്നും അയാൾ ഉണ്ടാക്കാറില്ല. ആ വക കാര്യങ്ങളൊന്നും അന്വേഷിക്കാറുമില്ല. വീട്ടുകാർ പട്ടിണി കിടക്കുന്ന കാര്യത്തിൽ യാതൊരു വിചാരവുമില്ല. സ്വന്തം കാര്യം സിന്ദാബാദ്, അത്രമാത്രം. ഈ പട്ടർ ഒരിക്കൽ ദൂരദിക്കിലേക്കൊരു സദ്യയ്ക്ക് പോയി മടങ്ങുന്ന നേരം വഴിക്ക് ഒരു പുഴയുണ്ട്. ആ പുഴ കടക്കണം. കടവിൽ കടത്തുവഞ്ചിയുണ്ട്. കടത്തുകാരനും റെഡിയാണ്. പക്ഷേ വഞ്ചിയിൽ കയറി അക്കരെ എത്തിയാൽ കടത്തുകൂലി കൊടുക്കേണ്ടി വരുമല്ലോ. അതിനെന്താണ് മാർഗം? പുഴയിൽ എത്ര വെള്ളമുണ്ടെന്ന് അന്വേഷിക്കാം. കുറച്ചേ ഉള്ളൂവെങ്കിൽ നടന്നു കയറാമല്ലോ. പുഴയുടെ ആഴത്തെക്കുറിച്ച് പട്ടർ കടത്തുകാരനോട് വിശദമായി തിരക്കി. അയാൾ കൃത്യമായി മറുപടിയും നൽകി. ഇവിടെ മുട്ടിന് താഴെ വെള്ളമേ ഉള്ളൂ. കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ അരയോളം വെള്ളമുണ്ടാകും. പിന്നെ നടുവിലാണെങ്കിൽ 2 ആൾ പൊക്കമാണ് ആഴം. അത് കഴിഞ്ഞാൽ ആഴം കുറഞ്ഞു വരും. അര അറ്റമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ കരയ്ക്ക് കയറുന്നത് വരെ മുട്ടിന് താഴെ വെള്ളമുള്ളൂ. പട്ടർ കരയിൽ നിന്ന് പുഴയുടെ ആഴം കണക്കുകൂട്ടി. ശരാശരി കണ്ടാൽ മതിയല്ലോ. മുട്ടിന് താഴെ അരയോളം, 2 ആൾ അരയോളം, മുട്ടിന് താഴെ. ഇതാണല്ലോ ക്രമം. ഇതിൻ്റെ ശരാശരി കണ്ടപ്പോൾ അയാൾക്ക് സന്തോഷമായി. ആകെ വെള്ളം കണക്കാക്കിയാൽ അരയോളമേ വരികയുള്ളൂ. പുഴയിൽ ഇറങ്ങി നടന്നു കയറാവുന്നതേ ഉള്ളൂ. അയാൾ കടത്തുകൂലി ലാഭിക്കുന്ന സന്തോഷത്തോടെ പുഴയിലേക്ക് ഇറങ്ങി. കുറച്ചങ്ങ് നീങ്ങിയപ്പോൾ അരയും കഴിഞ്ഞ് കഴുത്തും കഴിഞ്ഞ് അയാൾ വെള്ളത്തിൽ മുങ്ങി. നീന്തലറിയാത്ത പട്ടരുടെ ബാക്കി കഥയൊന്നും പറയണ്ടല്ലോ. കഥാപാത്രം ജീവനോടെ ഉണ്ടെങ്കിലല്ലേ കഥ പറയേണ്ട കാര്യമുള്ളൂ. അപ്പോൾ കഥയിലെ പഴഞ്ചൊല്ല് ഇങ്ങനെയാണ്: ആകെ നീര് അരനീര്. അപ്പോൾ കഥ കഴിഞ്ഞു. പിശക്കന്മാർ നമ്മുടെ ഇടയിലൊക്കെ ധാരാളമുണ്ട്. ചിലപ്പോൾ ഞാനും നിങ്ങളുമൊക്കെ ചിലപ്പോൾ കുറച്ചൊക്കെ പിശക്കുന്നവരായിരിക്കും, അല്ലേ? പക്ഷെ ഇത് ഒരു വ്യാധിയാണ്. അദ്ദേഹത്തിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ വയ്യ. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം. വെറുതെ അങ്ങ് കഴിഞ്ഞു കൂടണം. അങ്ങനെ ഒരു വ്യക്തി. ചില സമയങ്ങളിൽ നമ്മളങ്ങനെയാണ്.
ആവശ്യമില്ലാതെ അങ്ങ് പിശുക്കും. അതിൻ്റെ ഫലമായിട്ട് വലിയ നഷ്ടമായിരിക്കും ഉണ്ടാവാറ്. ഉദാഹരണത്തിന് ഒരു കടയിൽ ഒരു പൂട്ട് മേടിക്കാൻ ചെന്നെന്ന് വിചാരിച്ചു. മോശം ക്വാളിറ്റി പൂട്ട് മേടിക്കുന്നു, വളരെ കുറഞ്ഞൊരു ക്വാളിറ്റി പൂട്ട്. പിശുക്കാണ്. കുറച്ചും കൂടെ രൂപ ഇട്ടാൽ നല്ല പൂട്ട് കിട്ടും, കുറച്ചും കൂടെ ബലവും ദൃഢതയും. അങ്ങനെ അനായാസം തുറക്കാൻ പറ്റാത്ത പൂട്ട് കാണുമായിരിക്കും. ആ പൂട്ടും കൊണ്ട് വാതിലിലോ അലമാരയിലോ വെക്കുന്നു. വളരെ എളുപ്പത്തിൽ അതിനകത്ത് അല്ലെങ്കിൽ വീട് മോഷ്ടിക്കപ്പെടുന്നു, ഒരു മോഷണ ശ്രമം ഉണ്ടാവുന്നു. വളരെ എളുപ്പത്തിൽ അകത്തോട്ട് കള്ളന്മാർ കയറുകയോ മറ്റുമൊക്കെ ചെയ്യുന്നു, അല്ലെങ്കിൽ അലമാര തുറക്കപ്പെടുന്നു. ഇതേ സമയത്ത് നല്ലൊരു ബലമുള്ള ക്വാളിറ്റിയുള്ള പൂട്ടാണെങ്കിൽ അങ്ങനെ പെട്ടെന്നൊന്നും അല്ലേ ഒരു കള്ളനും അങ്ങോട്ട് കയറാൻ സാധിക്കില്ല. ഞാൻ വെറുതെ ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെയാണ് പലപ്പോഴും പിശുക്കന്മാരുടെ ഒരു പ്രവർത്തന രീതി എന്ന് കാണിക്കാൻ വേണ്ടി പറയുകയാണ്. എപ്പോഴും എങ്ങനെ കുറയ്ക്കാം, എവിടെ കുറയ്ക്കാം, എങ്ങനെ കുറവുണ്ടാക്കാം എന്നൊക്കെ ആലോചിക്കും. അപ്പോൾ ഇവിടെ പിശുക്ക് ഇദ്ദേഹത്തിനൊരു ലഹരിയാണ് എന്നാണ് എനിക്ക് തോന്നിയത്. പുള്ളി പിശുക്കുമ്പോൾ പുള്ളി ഒരു ലഹരി അനുഭവിക്കുന്നുണ്ട്, ഒരു ആനന്ദം അനുഭവിക്കുന്നുണ്ട്. ആ ലഹരി അദ്ദേഹത്തെ അവസാനം കൊല്ലുകയാണ്, അല്ലേ? വെള്ളത്തിൽ മുക്കി അദ്ദേഹത്തെ കൊല്ലുകയാണ്. നമ്മുടെ യുവജനത ഇപ്പം എല്ലാ ദിവസവും നോക്കിക്കഴിഞ്ഞാൽ പത്രത്തിൽ ഈ MDMA ആയിട്ട് പിടിച്ചു, അല്ലെങ്കിൽ കഞ്ചാവുമായിട്ട് പിടിച്ചു, സിന്തറ്റിക് ഡ്രഗ്സുമായിട്ട് പിടിച്ചു, യുവതികളും ഒക്കെ ഉണ്ട്. വലിയ ഭയാനകമാണ് ചിലപ്പോൾ ആ വാർത്തകൾ വായിക്കുമ്പോൾ. ഇതെങ്ങോട്ടാണ് ഈ പോക്കെന്നുള്ളൊരു ഭയം നമ്മുടെ ഉള്ളിൽ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തും. തെരുവിൽ കിടന്ന് വയലൻ്റ് ആകുന്നവർ, ആക്രമണം കാണിക്കുന്നവർ, സർവ്വ നിയന്ത്രണം വിട്ട് പോലീസുകാരെ തല്ലാൻ ചെല്ലുന്നവർ, അല്ലേ? പോലീസിനെ വരെ തല്ലാൻ ചെല്ലുന്നവർ, പിടിച്ച് കെട്ടിക്കൊണ്ടുപോകേണ്ട അവസ്ഥയിലുള്ളവർ, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ വാർത്തകളും മാധ്യമങ്ങളൊക്കെ കാണാറുമൊക്കെ ഉണ്ട്. മയക്കുമരുന്ന് മുക്തമായ ഒരു ലോകമെന്ന ലക്ഷ്യം കൈവരിക്കാനുള്ള ഒരു പ്രവർത്തനത്തിലാണ് ഓരോ ലോകരാഷ്ട്രങ്ങൾ. ചില രാഷ്ട്രങ്ങൾ അറിഞ്ഞോ അറിയാതെയൊക്കെ ഇത് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, അല്ലേ? അവിടെ അവരുടെ സമ്പത്ത് അല്ലെങ്കിൽ അവിടുത്തെ ഒരു സാമ്പത്തിക ഉന്നമതിക്ക് വേണ്ടി ഇതൊക്കെ ഇങ്ങനെയുള്ള മയക്കുമരുന്ന് വ്യാപാരമോ അല്ലെങ്കിൽ കച്ചവടമോ അല്ലെങ്കിൽ ഇതിൻ്റെ ശൃംഖലയോ ഒക്കെ അവരുടെ രാജ്യങ്ങളിൽ നിന്നൊക്കെ യഥേഷ്ടം പ്രവർത്തിക്കാൻ സാഹചര്യം ഉണ്ടാവുകയും ചിലർ അത് ഉണ്ടാക്കാൻ നിശബ്ദത സമ്മതം നൽകുകയും ഒക്കെ ചെയ്യുന്ന രാഷ്ട്രങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയും അല്ലെങ്കിൽ അങ്ങനെയുള്ള ലഹരി ഉൽപാദനം, അതായത് ചില ചെടികൾ നടുകയും ഒക്കെ ചെയ്യുന്ന എത്രയോ രാജ്യങ്ങളുണ്ട്, അല്ലേ? അതൊരു കൃഷിയായിട്ടൊക്കെ പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന അങ്ങനെയൊക്കെ ഉണ്ട്. ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി നമ്മൾ ആചരിക്കുന്നത്. അപ്പോൾ ഈ വർഷത്തെ ഈ പോയ വർഷത്തെ പ്രാപ്ത വാചകം എന്നൊക്കെ പറയുന്നത് തെളിവ് വ്യക്തമാണ്, പ്രതിരോധത്തിൽ നിക്ഷേപിക്കുക എന്നാണ്. എവിഡൻസ് ഇസ് ക്ലിയർ, ഇൻവെസ്റ്റ് ഇൻ പ്രിവെൻഷൻ എന്നാണ്. അതെ, എല്ലായിടത്തും നമുക്കറിയാം, തെളിവുകളുണ്ട് ഇതെല്ലാം നടക്കുന്നതായിട്ട്. പക്ഷെ നമ്മൾ അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ആവശ്യം. അത് പ്രതിരോധിക്കാനും അത് സമൂഹത്തിൽ നിന്നും തുടച്ചു നീക്കപ്പെടാനും സമൂഹത്തിൽ ഉണ്ടാകാതിരിക്കാനും ഒക്കെ ഉള്ള കടുത്ത നടപടികൾ അല്ലെങ്കിൽ കാതലായ നടപടികളൊക്കെ ആവശ്യമാണ്. അതിന് അവബോധം വേണം, അല്ലേ? തെളിവുകൾ നിരത്തിയുള്ള ഒരു പ്രതിരോധ പ്രവർത്തനം ആവശ്യമാണ്. നമ്മൾ ഉദാഹരണങ്ങളൊക്കെ കോട്ട് ചെയ്ത് ഉദാഹരണ സഹിതം യുവജനതയോട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം. ഇങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങളുണ്ട്, ഇത്രയും ചെറുപ്പക്കാർ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്, ഇത്ര മരണമുണ്ടായിട്ടുണ്ട്, ഇത്ര പേർക്ക് അവരുടെ മാനസിക നില തെറ്റിയിട്ടുണ്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. യുണൈറ്റഡ് നേഷൻസ് ഓഫീസ് ഓൺ ഡ്രഗ്സ് ആൻഡ് ക്രൈം 2023 വേൾഡ് ഡ്രഗ് റിപ്പോർട്ട് പ്രകാരം ലോകത്തെ മയക്കുമരുന്ന് ഉപയോഗം ഗണ്യമായി, അതായത് വൻതോതിൽ വർദ്ധിക്കുകയാണ്. 2021 15-നും 64-നും ഇടയിൽ പ്രായമുള്ളവരിൽ 17 പേരിൽ ഒരാൾ എന്ന നിലയിൽ ലോകത്ത് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു. അന്താരാഷ്ട്ര തലത്തിൽ മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നവരുടെ എണ്ണം 2011 24 കോടിയായിരുന്നെങ്കിൽ 2021 അത് 29.6 കോടിയായി. ഇത് 11 മുതൽ 64 വയസ്സ് പ്രായമുള്ളവരുടെ ആഗോള ജനസംഖ്യയുടെ 5.8% വരും. അതായത് 10 വർഷം കൊണ്ട് 23% വർധനവാണ് ലഹരി ഉപയോഗത്തിൽ ഉണ്ടായത്.
ലോകത്ത് മയക്കുമരുന്ന് ഉപയോഗം മൂലം ഗുരുതരമായ ശാരീരിക മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത് 3.56 കോടി ജനങ്ങളാണ്. മയക്കുമരുന്നുകളുടെ ദൂഷ്യഫലങ്ങൾ മൂലം 2017 മാത്രം മരണപ്പെട്ടത് 1,67,000 ആളുകളാണ്. സുഹൃത്തുക്കളുടെയോ സഹപാഠികളുടെയോ പ്രലോഭനങ്ങൾക്ക് വഴങ്ങിയാണ് പലരും മയക്കുമരുന്നുകൾ ഉപയോഗിച്ചു തുടങ്ങുന്നത്. ചിലരാകട്ടെ വെറും കൗതുകം, ഇതെന്താണ് എന്നറിയാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നതാണ്. അതൊരു ദുശീലമായി മാറുകയാണ്. അപ്പോൾ എല്ലാവരും വിചാരിക്കും മയക്കുമരുന്ന് ഉപയോഗം മൂലം ആ വ്യക്തിയല്ലേ നശിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. അങ്ങനെയല്ല, അതാണ് എൻ്റെ ഒരു വാസ്തവം എന്ന് പറയുന്നത്. അതായത് മയക്കുമരുന്ന് ഉപയോഗം മൂലം റോഡ് അപകടങ്ങൾ വരുത്തി വെക്കുന്നവർ അല്ലേ, അവർ വളരെ സ്പീഡിൽ ഓടിക്കുകയും അല്ലെങ്കിൽ ആരെങ്കിലും അതിനെ ചോദ്യം ചെയ്യുമ്പോൾ പെട്ടെന്ന് പ്രകോപിതരാവുകയും ചാടി ഇറങ്ങി അടിക്കാനൊക്കെ വരികയൊക്കെ ചെയ്യുന്ന അല്ലേ ഒട്ടേറെ സന്ദർഭങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. മയക്കുമരുന്നിനോ അല്ലെങ്കിൽ മദ്യത്തിനോ അടിമയായവർ അങ്ങനെയാണ്. പെട്ടെന്ന് ഇപ്പോൾ ഒരു റോഡിൽ വണ്ടി ഓടിക്കുമ്പോൾ എന്തെങ്കിലും നിസ്സാര കാര്യത്തിന് മറ്റ് വാഹനങ്ങളുമായിട്ട് ഒരു ഉരസലോ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവർ ചാടി ഇറങ്ങി അടിക്കാൻ ചെല്ലുക, അല്ലെങ്കിൽ കൊല്ലാൻ ചെല്ലുക, ഉപദ്രവിക്കാൻ ചെല്ലുക, ഇതൊക്കെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരിൽ കാണുന്ന ഒരു പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ ഒട്ടേറെ കുറ്റകൃത്യങ്ങൾ കൂടുകയാണ്. പെട്ടെന്ന് അവർ പ്രകോപിതരാവുകയും ഒരു കൊലപാതകത്തിലോ അല്ലെങ്കിൽ ഒരു ആക്രമണത്തിലോ ഒക്കെ മുതിരുകയും ഒക്കെ ചെയ്യുന്നു. ഗാർഹിക പീഡനങ്ങൾ, ആത്മഹത്യകൾ. മയക്കുമരുന്നുകൾ പ്രതികൂലമായി ബാധിക്കുന്നത് പ്രധാനമായും തലച്ചോറിനെയും നാഡീവ്യൂഹത്തെയും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ ശാരീരികവും മാനസികവുമായ മാരക രോഗങ്ങളും അതിനെ തുടർന്നുണ്ടാവുന്ന മരണവുമൊക്കെ സംഭവിക്കുന്നത് അവരെ കാത്തിരിക്കുന്നത് ഇത്തരം പ്രശ്നങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇത്തരം കച്ചവടം നടത്തുന്നവരെ നിയന്ത്രിക്കണം, അല്ലെങ്കിൽ അവരെ അടിച്ചമർത്തണം. ഇത്തരം സംഘടിത കുറ്റവാളികൾക്കെതിരെ ശക്തമായ നീക്കങ്ങൾ ഉണ്ടാവണം. അതൊരു വലിയൊരു ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് അടിമയായവർക്ക് ഉചിതമായ ചികിത്സ നൽകണം. മനഃശാസ്ത്രപരമായി അല്ലേ അവർക്ക് അതിനുള്ള ശക്തി പകരണം, അതിനുള്ള സേവനങ്ങൾ നൽകണം. ഞാൻ പറഞ്ഞ ഈ കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള സൈക്കോളജിസ്റ്റുകളുടെയും സൈക്കാട്രിസ്റ്റുകളുടെയൊക്കെ സേവനം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഫലപ്രദമായ ഇടപെടലുകൾ വേണ്ടതുണ്ട്. അപ്പോൾ എല്ലാവരുടെയും കൂട്ടായ ഉത്തരവാദിത്വമാണ് ഇത്തരം പ്രശ്നങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ഇത്തരം മയക്കുമരുന്ന് ഉപയോഗം പ്രതിരോധിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് നമ്മൾ എല്ലാം പങ്കാളികളാകണം അല്ലേ. അതൊരു കൂട്ടായ പ്രവർത്തനമാണ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ ഉണ്ടാവട്ടെ. അപ്പോൾ പിശുക്ക് എന്ന ഒരു ലഹരിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ വേറൊരു ലഹരിയിലോട്ട് കടന്നു വന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ കഥാസാരം ഞാനിവിടെ തൽക്കാലം നിർത്തുകയാണ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് പുതിയൊരു കഥയും പുതിയ കുറച്ച് വിശേഷങ്ങളുമായി വീണ്ടും കേട്ടുമുട്ടാം. ഇത്ര നേരം എനിക്ക് ചെവി തന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. സൈനിങ് ഓഫ്, ബോണി. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികളിൽ നിങ്ങളിപ്പോൾ കേട്ടത് കഥാസാഗരം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബോണി ജെ ബേസിൽ.